മരണത്തിലേക്ക് പോയ ആ ദിവസം, അതിന് മുമ്പ് 2 ദിവസങ്ങളിൽ ആ വീട്ടിൽ എന്തോ വലിയ ഒരു ദുരൂഹത നിറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇദ്ദേഹത്തിൻ്റെ ജിസ്മോളുടെ പിതാവ് UK നിന്ന് കഴിഞ്ഞ 2 ദിവസം വിഷു ദിനത്തിലൊക്കെ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. അവരുടെ കയ്യിൽ ഫോണില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു. അവർ വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ ജിസ്മോളോട്. കാരണം അവരെക്കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ്. എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ്. അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു വളരെ ക്രൂരമായൊരു ടീച്ചറായിരുന്നു എന്ന് അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവള് LLB പാസ്സായതാണ്, ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടി അവിടെ ഇത്രയും കാലം പിടിച്ചു നിന്നത് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളോട് ഒരു മാറ്റവും ഉണ്ടായില്ല. കുട്ടികളോടും വിവേചനം കാട്ടിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഈ ജിമ്മിയുടെ ഭർത്താവിൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത്, അവരിവിടെ വന്ന് നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്തൊക്കെ ഇവളെ ശാരീരികമായും മാനസികമായും വളരെയേറെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോട്ടയത്തെ അല്ലെങ്കിൽ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒന്നായിരുന്നു ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്തത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടി ജനങ്ങൾ കാതോർക്കുകയാണ്. എന്തുകൊണ്ടാണ് ജിസ്മോൾ അത്ര വലിയ ഒരു കടുങ്കൈ ചെയ്തതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ജിസ്മോളുടെ കുടുംബം ജിസ്മോളുടെ ഭർത്താവിനെതിരെ ആരോപണങ്ങളുമായി സ്റ്റേഷനിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ആ വിഷയത്തിൽ ഉണ്ടായ യാഥാർത്ഥ്യമെന്ന് എല്ലാവർക്കും അറിയേണ്ടതുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലോ ആത്മഹത്യാ പ്രേരണയാലോ ആണ് ജിസ്മോൾ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ജിസ്മോൾ തൻ്റെ 2 പെൺകുഞ്ഞുങ്ങളെ 5ഉം 2ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ എന്നൊരു വളരെ ദാരുണമായ അവസ്ഥയിലേക്ക് കടക്കണമെങ്കിൽ അതിന് പിന്നിൽ സാരമായ എന്തോ കാരണങ്ങളുണ്ട്. അതിൽ ജിസ്മോളുടെ ഭർത്താവിൻ്റെ കുടുംബവും പങ്കാളികളാണ് എന്നാണ് ജിസ്മോളുടെ കുടുംബം ആരോപിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥകൾ എന്താണെന്നറിയാൻ കേരളം കാതോർക്കുകയാണ്. ജിസ്മോൾ അഭിഭാഷകയും മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകയുമായിരുന്നു. മൂത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. ഇപ്പോൾ ഇതാ ജിസ്മോളിൻ്റെ ഗ്രാമപഞ്ചായത്ത് വാർഡ്, ജിസ്മോൾ ജയിച്ച വാർഡിലെ ഇപ്പോഴത്തെ മെമ്പർ ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരണവുമായി നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് കാര്യകാരണങ്ങൾ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് NK ശശികുമാർ. ഞാൻ മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡൻ്റായിരുന്ന ഒരാളാണ് ജിസ്മോൾ. അതിനുശേഷമാണ് അഭിഭാഷകയാവുന്നത്. ഇപ്പോൾ ജിസ്മോൾ ജയിച്ച വാർഡിൽ നിന്ന് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഒരു വാർഡ് മെമ്പറാണ് ചേട്ടൻ. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇപ്പോൾ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയുവാൻ വേണ്ടി ഞങ്ങൾ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പുറകെയാണ്. ഇന്നിപ്പോൾ രാവിലെ 10 മണി മുതൽ ഇപ്പോഴും അവരുടെ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിസ്മോളുടെ ഫാദറും സഹോദരനും UK ആയിരുന്നു. അവർ ഇന്നലെയാണ് എത്തിയത് ഈ വിവരം അറിഞ്ഞതിന് ശേഷം. അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം കേസ് കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ക്രൂരമായ ഒരു മാനസികമായ പീഡനവും ഒക്കെ നടന്നിട്ടുണ്ട് എന്നിപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ അറിയാൻ സാധിച്ചത്. കാരണം ഞങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാണ്. എൻ്റെ വീടിനോട് ചേർന്നാണ് ഇവരുടെ വീടും സ്ഥിതി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇവരുമായിട്ട് നല്ല പരിചയം, ഏറ്റവും അടുപ്പം, ഇവരെക്കുറിച്ചെല്ലാം അറിയാവുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവൾ വളരെ ബോൾഡാണ്. എല്ലാ കാര്യത്തിലും അവൾ തീരുമാനമെടുക്കാൻ കഴിവുള്ളവളാണ്. ഒരു അഭിഭാഷകയാണ്, ഹൈക്കോടതി അഭിഭാഷകയായിരുന്നു. ശേഷം പാലായിൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പിതാവിൽ നിന്നും സഹോദരിയിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവരെ ഞങ്ങളോട് ഇത് സൂചിപ്പിച്ചിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരവിടെ പരിഹരിക്കാൻ പോയിരുന്നുവെന്നും ആ സമയത്തൊക്കെ ഇവർ കയ്യേക്കാല് പിടിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം കളയരുത് എന്ന് ഇവരോട് അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് താൽക്കാലികമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരിച്ചു പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവർക്ക് കൊടുത്ത
ആ ഓഹരിയുടെ പേരിൽ ഈ കുട്ടിയെ മാനസികമായി ശാരീരികമായി അമ്മായിയമ്മയും നാത്തൂനും ഈ ഭർത്താവും പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. ഓഹരി എന്ന് പറയുമ്പോൾ സ്ത്രീധനം. ഓഹരി എന്ന് പറഞ്ഞാൽ കുടുംബ ഷെയറായിട്ട് ജിസ്മോളുടെ പിതാവ് നൽകിയ ആ ഓഹരി അത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ജിസ്മോളെ മാനസികമായി പീഡിപ്പിക്കുന്ന സ്വഭാവം വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവരിൽ നിന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരുപാട് മാനസിക പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങൾ ഭർത്താവിൽ നിന്ന് ഏൽക്കേണ്ടി വന്നതായിട്ടുണ്ട് എന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫാമിലി വളരെ ക്രൂരമായിട്ട് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ വെളിവാകുന്നുണ്ട്. നിറത്തിൻ്റെ പേരിലടക്കം പറഞ്ഞിരുന്നു. നിറത്തിൻ്റെ പേരിലും ഈ ഓഹരിയുടെ പേരിലുമൊക്കെ ഈ കുട്ടിയെ മാനസികമായി തളർത്തിയിരുന്നു. പക്ഷേ ഇവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. അവൾ വളരെ ബോൾഡായ ഒരു കുട്ടിയാണ് എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കറിയാം, ആ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ കഴിഞ്ഞ ഇവൾ ഈ മരണത്തിലേക്ക് പോയ ആ ദിവസം, അതിന് മുമ്പ് 2 ദിവസങ്ങളിൽ ആ വീട്ടിൽ എന്തോ വലിയ ഒരു ദുരൂഹത നിറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇദ്ദേഹത്തിൻ്റെ ജിസ്മോളുടെ പിതാവ് UK നിന്ന് ആ കഴിഞ്ഞ 2 ദിവസം വിഷു ദിനത്തിലൊക്കെ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. അവളുടെ കയ്യിൽ ഫോണില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവൾ തിരിച്ച് വിളിക്കുന്നതാണ് അല്ലെങ്കിൽ. അപ്പോൾ ആ സമയത്തൊക്കെ എന്തോ വലിയൊരു പ്രശ്നം ആ വീട്ടിൽ നടന്നിരുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഈ കുട്ടികളെയും കൂട്ടി ഈ ജിസ്മോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടാകില്ലായിരുന്നു. അതിൻ്റെ പിന്നിൽ ഈ കുടുംബമാണ്. ഈ കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു. അവർ വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ ജിസ്മോളോട്. കാരണം അവരെക്കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ്. എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ്. അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു വളരെ ക്രൂരമായൊരു ടീച്ചറായിരുന്നു എന്ന് അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ ഇവൾ LLB പാസ്സായതാണ്, ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടി അവിടെ ഇത്രയും കാലം പിടിച്ചു നിന്നത് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവൾക്ക് നല്ലൊരു ജീവിതം, കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. ആ കുട്ടികളോടും വിവേചനം കാട്ടിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഈ ജിമ്മിയുടെ ഭർത്താവിൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് അവർ ഭർത്താവിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത്, അവരിവിടെ വന്ന് നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്തൊക്കെ ഇവളെ ശാരീരികമായും മാനസികമായും വളരെയേറെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അന്വേഷണത്തിലൂടെ മാത്രമേ, ഒരു പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം മറ്റ് തെളിവുകളൊന്നും നമുക്ക് ഇതിന് ലഭ്യമായിട്ടില്ല. പക്ഷേ കൃത്യമായൊരു അന്വേഷണം പോലീസ് നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ശരിയായ ചോദ്യം ചെയ്താൽ ഇത് വെളിവാകും. അതോടൊപ്പം അവിടെ ഒരു വീട്ടുജോലിക്കാരി ഉണ്ടായിരുന്നു. ആ വീട്ടുജോലിക്കാരിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിക്കും. അപ്പോൾ ആ തെളിവുകളൊക്കെ ശേഖരിക്കപ്പെട്ടാൽ ഈ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. കാരണം ഇത്രയും ക്രൂരമായ വിനോദം നടത്തുന്ന ഈ കുടുംബം വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ആ പിതാവിൻ്റെയും സഹോദരിയുടെയും സഹോദരൻ്റെയും ഒക്കെ കണ്ണുനീര് കണ്ടാൽ ആർക്കും മനസ്സിലാകുന്നതാണ് അവരുടെ ആ കുട്ടി അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും എത്ര വലുതായിരുന്നുവെന്ന്. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇവരെന്താണ് ഈ കുട്ടിയോട് ആ 2 ദിവസം ചെയ്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.